ಅವನೊಂದು आप बोलते हैं थोड़ा थोड़ा मेरे को भी थोड़ा टाइम പോകണം ബാത്റൂം ഇതർ പോകണം നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്മീൻ പിക്കിളാണ്. ചെമ്മീൻ പിക്കിൾ ഉണ്ടാക്കുന്ന സ്റ്റൈല് ശകലം താമസിച്ചു പോയി. ഞാൻ ഇപ്പോഴാണ് വീഡിയോ വിളിക്കാൻ തുടങ്ങിയത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, വിശദമായിട്ട് പറഞ്ഞുതരാം. ജൂലിയൻ കട്ട് ചെയ്ത ജിഞ്ചർ, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും റെഡിയാക്കി വെക്കുക. ഓയിൽ ഏറ്റവും നല്ലത് മസ്റ്റാർഡ് ഓയിലാണ്. ഓയിൽ ഒഴിക്കുക, അതിലേക്ക് കുറച്ച് കടുക് വറക്കുക, റെഡ് ചില്ലി ഇടുക. ശേഷം നമ്മൾ ഈ പറഞ്ഞ ജിഞ്ചർ, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി, ഇതെല്ലാം സാധനങ്ങളും അങ്ങോട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് വാട്ടുക. നല്ലപോലെ ആദ്യമായി ഒന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് കറിവേപ്പില കൊണ്ടാൽ നല്ലതായിരിക്കും. അത് നമ്മളിങ്ങനെ നല്ലതായിട്ട് ഫ്രൈ ചെയ്യുക. സാധാരണ വെജിറ്റബിൾ പിക്ക് ഉണ്ടാക്കുന്ന നമുക്ക് റിസ്ക് എടുത്ത് വറക്കരുത്. അതിനെക്കാട്ടും എളുപ്പമാക്കി ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്ന ചേരുവ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫ്രൈ ചെയ്ത പ്രോണ് നമ്മൾ ഡയറക്റ്റ് കടയിലേക്ക് ഇടുക. ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കണം. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഓക്കെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം സാധാരണ നമ്മൾ ഒരു പിക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് അതിന്റെ റെഡ് ചില്ലി പൗഡറും മറ്റതും എല്ലാം ഇട്ട് ഫ്രൈ ചെയ്ത് ഇതിലങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് അതിന് തന്നെ ഇത് ഇട്ട ശേഷം വിനേഗർ, ഇത് വിനേഗറാണ്. വിനേഗർ, ഇത് വിനേഗർ ഡയറക്റ്റ് വിനേഗറിലേക്ക് ഒഴിക്കുക. ഇത് നമ്മൾ ഇടുന്ന ഫോണിന്റെ അളവ് നമുക്ക് എന്തുമാത്രം നേരം വേണ്ടത്. ഇപ്പം ഞാൻ ഇപ്പം ഇടുന്നത് ഇത് 1 ലിറ്ററാണെന്ന് തോന്നുന്നു. 1 ലിറ്റർ 1 ലിറ്റർ ഉണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വിനേഗർ ഒഴിച്ചു. വിനേഗർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട റെഡ് ചില്ലി പൗഡർ, സാൾട്ട്, അതൊക്കെ ടർമറിക് പൗഡർ, 3 നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇതുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ പറഞ്ഞ സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ചെമ്മീൻ പിക്കിൾ ഉണ്ടാക്കുന്നത് ഇത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി അഞ്ചി പൗഡർ, ഇന്ത്യയിൽ അഞ്ചി പൗഡർ എന്ന് പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ ടർമറിക് പൗഡർ എന്ന് പറയും. ശേഷം കുറച്ച് ചില്ലി പൗഡർ നമ്മളിങ്ങനെ എടുത്തിട്ട് ഒരു 250 ഗ്രാം നമ്മൾ ചില്ലി പൗഡർ ഇടുക. ശേഷം ഗ്യാസ് കുറവാണ്, അതാണ് സംഭവം. നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ശേഷം ഇത് ഒരു പരിധി വരെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പ് ഇടാൻ പറഞ്ഞിരിക്കുക. കുറച്ച് ഉപ്പും ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ് നമ്മൾ ഏറ്റവും സാധാരണ കറിക്കപ്പെടുന്നതല്ല. ഉപ്പ് ഇങ്ങനെ പോരാതെ വരും. നമ്മളവിടെ ആവശ്യം ഉപ്പ് കിട്ടുന്നത് നോക്കുക. പിക്കിള് ശ്രദ്ധിച്ച് നോക്കിക്കോളാം. നമ്മുടെ പിക്കിള് റെഡിയാണ്. അത് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് കൂട്ടാനായിട്ട് കറക്റ്റ് അളവ് കിട്ടുള്ളൂ. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടാൻ ഇട്ട് കൊടുക്കുക. ഇത് ഉപ്പാണ്. ഉപ്പ് കുറച്ച് ഉപ്പ് കൂടാൻ ഇട്ട് കൊടുക്കുക. നമുക്ക് ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇത് ചേർക്കാം. ഇങ്ങോട്ടെടുത്തോ. ഇങ്ങോട്ട് ചേർത്ത് കൊണ്ടുവന്നിട്ട് നല്ലപോലെ എടുക്കണം കൂട്ടാം. ശേഷം പകൽ ഉപ്പിന് കുറവുണ്ട്. ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് നടക്കാവും. നമ്മളൊരു 6 സ്പൂൺ ഉപ്പ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പം വിനാറ് ഒഴിക്കുമ്പോൾ നമ്മൾ ആദ്യം ഉപ്പ് ചെയ്തിടണം. അതിനെങ്കിൽ ഉപ്പിടണം. ഇനി ഓവറായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഗ്യാസ് കുറവാണ്. അപ്പം നമ്മളുണ്ടാക്കിയ പിക്കിൾ ഇതാണ്. ശ്രദ്ധിച്ച് നോക്കിക്കോളാം. ഇതാണ് ചെമ്മീൻ പിക്കിൾ ആണ് ഇത്. ഇതാണ് ചെമ്മീൻ പിക്കിൾ. ശ്രദ്ധിച്ച് നോക്കിക്കോളാം. കണ്ടോ, അപ്പം തിളയ്ക്കുന്നതാണ്. ജസ്റ്റ് എല്ലാം റെഡിയായിട്ടുണ്ട്. എൻ്റെ ചേരുവകളെല്ലാം റെഡിയായിട്ടുണ്ട്. ശേഷം നമ്മൾ ഓഫ് ചെയ്യാം.